മുനമ്പം ഭൂമി ഇടക്കിടക്ക് കത്തി വരികയും പിന്നെ അങ്ങ് താന്നു പോവുകയും ചെയ്യുന്ന ഒരു വിഷയമാണ്. ഇപ്പൊ മുനമ്പത്തുകാർക്ക് ഒരു ആശ്വാസമായിട്ടുള്ള ഒരു വിധിയുമായിട്ട് ഹൈക്കോടതി വരുന്നുണ്ട്. അതായത് അവർക്ക് ഈ ഒരു വിഷയത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുന്നത് വരെ കരമടക്കാം. അവരുടെ ഭൂമിമേൽ കരമൊടുക്കാമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത് സംബന്ധിച്ചിട്ട് റവന്യൂ വകുപ്പിന് ആ കരമൊടുക്കുന്നത് സ്വീകരിക്കണമെന്ന് റവന്യൂ വകുപ്പിന് കോടതി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ വിഷയം അവസാനിക്കുന്നതേയില്ല. ഓരോ തവണയും ഓരോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഓരോ പാർട്ടികൾ വന്ന് അതിൻ്റെ എന്താ പറയാ, അവരാണ് അതിന് മുന്നിൽ നിന്നത് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫലം കൊയ്തു പോകാനുള്ള ശ്രമമല്ലാതെ ഇത് തീരുന്നില്ലല്ലോ മാഷെ. അതെ അതെ. ഇപ്പം എന്തായാലും ഒരു കാര്യമുണ്ട്. മുനമ്പത്തുകാരുടെ ഇഷ്യൂ സത്യത്തിൽ തുടങ്ങിയത് കരം പ്രശ്നത്തിലാണ്. അതായത് വഖഫ് ബോർഡ് കേരള റവന്യൂ വകുപ്പിനോട് പറഞ്ഞു, മുനമ്പം ഭൂമി ഞങ്ങളുടേതാണ്, കേരള വഖഫ് ബോർഡിൻ്റേതാണ്. വഖഫ് ബോർഡിൻ്റേതാണ് ഭൂമിയെങ്കിൽ ഉടനെ ഗവൺമെൻറ് മൗനം പാലിക്കുകയോ സമ്മതിക്കുകയോ ചെയ്തു. എന്നിട്ട് അവർ വഖഫ് ബോർഡിൻ്റെ സൈറ്റിൽ ഈ ഭൂമി രജിസ്റ്റർ ചെയ്തു, അതിൽ പ്രദർശിപ്പിച്ചു, ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. അതോടുകൂടി മുനമ്പം ദ്വീപ് വഖഫ് ബോർഡിൻ്റെ സ്വത്തായിട്ട് മാറി. വഖഫ് ബോർഡിൻ്റെ സ്വത്തായി കഴിഞ്ഞാൽ പിന്നെ അതിന്മേൽ ആർക്കും കൈവശാവകാശമില്ല. അപ്പോഴാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് ഉത്തരവിറക്കിയത്, നിങ്ങൾക്ക് ഇതിന്മേൽ ഇനി മുതൽ കരമടക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടേതല്ല ഭൂമി എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെയാണ് തുടങ്ങുന്നത്. ഇപ്പോൾ ഒരു 2-3 കൊല്ലമായി നിരന്തരമായ സമരത്തിലേക്ക് പോയത് അതിൻ്റെ ഭാഗമായി. കരമായിരുന്നു അതിൻ്റെ കാരണം. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന താൽക്കാലിക ആശ്വാസം, അവർക്ക് ആദ്യം നഷ്ടപ്പെട്ടത് കരമടക്കാനുള്ള അവകാശമാണെങ്കിൽ ആ അവകാശം ഇപ്പോൾ തിരിച്ചു കിട്ടിയിരിക്കുന്നു. അത്രയും ആശ്വാസമാണ് കോടതിയുടെ ഒരു വിധി അനുസരിച്ച്. തർക്കങ്ങൾ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. ഈ തർക്കത്തിന് പരിഹാരമായി പല വഴികളും മുമ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് തീരുന്നത് വരെ എന്തായാലും അത് തീരുമെന്നും, അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഹൈക്കോടതി ഇവരോട് പറഞ്ഞിരിക്കുന്നത് അവരോട് കരം സ്വീകരിക്കേണ്ടതാണ്. കരം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ കൈവശാവകാശം തിരിച്ചു കിട്ടിയെന്ന, ഉടമസ്ഥാവകാശം കിട്ടിയെന്നല്ല. ഉടമസ്ഥാവകാശമാണ് ഇനി നേടിയെടുക്കേണ്ടത്. അപ്പോൾ തൽക്കാലം കൈവശാവകാശം തിരിച്ചു കിട്ടി. ഉടമസ്ഥാവകാശം കിട്ടാത്ത കാലത്തോളം അത് പണയം വെക്കാനോ വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ ഒന്നും പറ്റില്ല. അതിനുള്ള അവകാശമാണ് ഇനി തിരിച്ചു കിട്ടേണ്ടത്. അതിനുള്ള വഴി എന്താണ്? അതിനുള്ള വഴിയാണ് ഇപ്പോൾ വഖഫ് ട്രിബ്യൂണലിൻ്റെ മുമ്പിൽ ഇതുവരെ ഉണ്ടായിരുന്ന കേസ് എന്താണ്? ഇത് വഖഫ് ഭൂമിയല്ല, ഞങ്ങൾ വില കൊടുത്ത് വാങ്ങിയതാണ് എന്നായിരുന്നു ഇവരുടെ വാദം. അതിനെതിരായിട്ട് വഖഫ് ബോർഡ് എന്താവെന്ന് പറഞ്ഞത്, അവരുടെ ഭൂമി വഖഫ് ഭൂമിയാണ്. എന്തുകൊണ്ടെന്നാൽ അവർ ആരിൽ നിന്നാണ് ഭൂമി വാങ്ങിയത്? ഫറൂഖ് കോളേജിൽ നിന്നാണ് ഭൂമി വാങ്ങിയത്. ഫറൂഖ് കോളേജിന് ആ ഭൂമി എങ്ങനെ കിട്ടി? അത് വഖഫ് ആധാരപ്രകാരമാണ്. സിദ്ദിഖ് സേട്ട് എന്ന മുതലാളി ഫറൂഖ് കോളേജിന് വഖഫായി ദാനം ചെയ്തതാണ്. ആ ആധാരത്തിൽ വഖഫ് എന്ന വാക്കുണ്ട്. അതിലാണിത് ഇതുവരെ ഉടക്കിക്കിടന്നത്. അപ്പോൾ ഇവരെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇനി അവർക്ക് ഫറൂഖ് കോളേജിന് കിട്ടിയത് വഖഫായിരിക്കാം, ഞങ്ങൾ ഫറൂഖ് കോളേജിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിയതാണ്, ഞങ്ങളുടെ കയ്യിൽ അതിനുള്ള ഡോക്യുമെൻ്റ് ഉണ്ട്, മാത്രമല്ല ഞങ്ങൾ ഇത്രയും കാലം നികുതി അടച്ചു വന്നതാണ്. അതിന് കോടതിയിൽ വഖഫ് ബോർഡ് പറഞ്ഞ മറുപടി, ആ രേഖ മുഴുവനും ഇല്ലീഗലാണ്. നിങ്ങൾക്ക് ആരാണോ ഭൂമി തന്നത്, ആരാണോ നിങ്ങളോട് കാശ് വാങ്ങിച്ചത്, അവർ നിങ്ങൾക്ക് ഇല്ലീഗലായി രേഖയും പ്രമാണമൊക്കെ ഉണ്ടാക്കി തന്നതാണ്. അതൊരു വലിയ തട്ടിപ്പിൻ്റെ കഥയാണ് എന്നാണ് ഇതുവരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പുതിയ വെളിച്ചമുണ്ട്, പുതിയൊരു സാധ്യതയുണ്ട്. മുനമ്പത്തുകാർക്ക് ഒരു പ്രതീക്ഷയുടെ, അതിൻ്റെ പേരിൽ മുമ്പ് രാഷ്ട്രീയ കളികളൊക്കെ നമ്മൾ കണ്ടതാണ്. വലിയ സമരം, അതിനെ UDF LDF പ്രത്യക്ഷത്തിൽ ആ സമരക്കാരുടെ കൂടെ നിൽക്കുമ്പോഴും UDF LDF ഒരുമിച്ച് ഒരു പ്രമേയം പാസാക്കി. കേന്ദ്രത്തിൽ ഒരു വഖഫ് ഭേദഗതി ബില്ല് വന്നു, BJP ഗവൺമെൻറ് കൊണ്ടുവന്നു. അതിനെതിരാണ് കേരളത്തിലെ എല്ലാ MLA-മാരും MP-മാരും ഒക്കെ എതിരാണ്. അവർ പക്ഷേ തരാതരം പോലെ പ്രതിപക്ഷ നേതാവും ഒക്കെ സമരത്തിൽ ചെന്നിട്ട് ഞങ്ങളും നിങ്ങളോടൊപ്പം, നിങ്ങളുടെയും ഒപ്പമാണ്, ഈ ബില്ലിനെതിരുമാണ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഈ വൈരുദ്ധ്യം നിറഞ്ഞ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അന്ന് ഇവരുടെ മുമ്പിൽ പ്രതീക്ഷകളൊന്നുമില്ല. കേന്ദ്രമന്ത്രി ഈ വഖഫ് ഭേദഗതി നിയമം പാർലമെൻറ്റിൽ വന്നാൽ മുനമ്പത്തുകാർ രക്ഷപ്പെടും എന്നൊരു പ്രതീക്ഷ വന്നു. ആ പ്രതീക്ഷ ഉണ്ടാക്കി കൊടുത്ത് BJP ഗവൺമെൻറ്റും BJP പാർട്ടിയും ഒക്കെയാണ്. പക്ഷേ അത് അവർക്ക് വളരെ വേഗത്തിൽ മാഞ്ഞുപോയി ആ പ്രതീക്ഷ. എന്താ കാരണം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, കേന്ദ്രമന്ത്രി കിരൺ റിജിജു മുനമ്പത്ത് വന്നു, സമരപ്പന്തലിൽ വന്നു. എന്നിട്ട് പറഞ്ഞു,
അവിടെ സമരപ്പന്തലിൽ വെച്ച് തന്നെ പറഞ്ഞു, നിങ്ങൾ നടത്തുന്ന എല്ലാ സമരത്തിനും ഞങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെയും പിന്തുണയുണ്ടാവും. പക്ഷേ ഞങ്ങൾ പാസ്സാക്കാൻ പോകുന്ന വഖഫ് ഭേദഗതി ബില്ലിന് മുൻകാല പ്രാബല്യമില്ല, പൂർവ്വകാല പ്രാബല്യമില്ല, ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ എന്നു മുതലാണോ വഖഫ് ബില്ല് പാസ്സാകുന്നത് അതിനുശേഷമുള്ള ഭൂമികൾക്ക്, അതിനുശേഷം വരുന്ന ഇടപാടുകൾക്ക് ഇത് ബാധകമാവുള്ളൂ, മുൻകാല പ്രാബല്യമില്ല എന്ന് പറഞ്ഞതോടുകൂടി അവർക്ക് പ്രതീക്ഷയില്ലാതായി. പക്ഷെ പിന്നൊരു സാധ്യത വന്നത്, ഈ വഖഫ് ബില്ല് അന്ന് പാർലമെൻറ്റ് പാസ്സാക്കിയിട്ട് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിട്ടു, JPCക്ക്. അപ്പോൾ പല സംസ്ഥാനത്തും JPC പലയിടത്തും കൂടി വഴക്കൊക്കെ ആയിട്ടാണ് പിരിഞ്ഞതെങ്കിലും വളരെ ഗൗരവമുള്ള ചില ഭേദഗതികൾ പല ഭാഗത്തുനിന്ന് നിർദ്ദേശിക്കപ്പെട്ടു. അപ്പോഴും ഓർക്കേണ്ട കാര്യം, ആദ്യത്തെ ബില്ല് പാർലമെൻറ്റിൽ വരുമ്പോൾ ആ ബില്ലിൽ മുനമ്പത്തുകാരെ രക്ഷിക്കാനുള്ള വകുപ്പുകളില്ല. 2, JPC വന്നപ്പോഴെങ്കിലും കേരളത്തിൽ നിന്ന് ആരെങ്കിലും പോയിട്ട് മുനമ്പത്തുകാർക്ക് വേണ്ടി ഒരു എക്സംഷനോ വകുപ്പോ അതിൽ എഴുതി ചേർക്കണ്ടേ, അതും ചേർത്തിട്ടില്ല. പക്ഷെ മഹാഭാഗ്യത്തിന് മുനമ്പത്തുകാർക്ക് അനുകൂലമായ ഒരു ക്ലോസ് മഹാരാഷ്ട്രയിൽ നിന്ന് വന്നു. മഹാരാഷ്ട്രയിൽ ഒരു വിഭാഗം ഷിയ മുസ്ലിങ്ങളുണ്ട്, ഇസ്മായിലി ഷിയാക്കൾ എന്ന് പറയും. അവർക്ക് വേണ്ടി ഒരു ക്ലോസ് ഉണ്ടാക്കി. അവർ വമ്പിച്ച സ്വാധീനമുള്ളവരാണ് കേന്ദ്ര ഗവൺമെൻറ്റിൽ. ബോംബെക്കാർ വലിയ പണക്കാരാണ്, ആഗോള ബിസിനസ്സുകാരാണ്. അവർക്ക് എല്ലാ ഗവൺമെൻറ്റിലും സ്വാധീനം, എല്ലാ പാർട്ടിക്കാരും അവർ പറഞ്ഞാൽ കേൾക്കും. കാരണം അവരുടെ സംഭാവന കിട്ടാത്തവരെല്ലാവരും ആരുമില്ല. അവർ പോയി പറഞ്ഞു, ഞങ്ങൾക്കൊരു ക്ലോസ് വേണം. ആ ക്ലോസ് കൊടുത്തു. ആ ക്ലോസ് എന്താണെന്നറിയോ? വഖഫ് ചെയ്ത് കിട്ടിയ ഭൂമി, വ്യക്തികളാണല്ലോ വഖഫ് ചെയ്യുക, വഖഫ് ചെയ്ത് കിട്ടിയ ഭൂമിയുടെ ഇപ്പോഴത്തെ കൈവശാവകാശം ഏതെങ്കിലും ട്രസ്റ്റുകൾക്കോ സൊസൈറ്റികൾക്കോ ആണെങ്കിൽ അത് വഖഫ് നിയമത്തിൻ്റെ പരിധിയിലേ വരുന്നില്ല ഒരു കാലത്തും എന്നൊരു ക്ലോസ് വന്നു. ആ ക്ലോസ് സത്യത്തിൽ മഹാരാഷ്ട്രക്കാർക്ക് വേണ്ടി വന്നതാണ്, ബോംബെക്കാർക്ക് വേണ്ടി വന്നതാണ്, അവർ കൊണ്ടുവന്നതുമാണ്, നമ്മളാരും പോയി ചെയ്തതല്ല. ആ ക്ലോസ് 2A ക്ലോസ് എന്നാണ് പറയുക, പുതിയ നിയമത്തിലെ 2A ക്ലോസ്. ആ ക്ലോസ് കൊണ്ട് മുനമ്പത്തുകാർക്ക് രക്ഷയുണ്ട് എന്ന് 1-2 പേര് കണ്ടെത്തി. ഒന്ന് ഫാദർ ജോഷി മയ്യാറ്റിൽ എന്ന് പറയുന്നൊരു ഫാദറുണ്ട്, വേറൊരാൾ ഇവിടെ വന്നിട്ടുണ്ട്, സ്റ്റാലിൻ ദേവൻ. അവർ 2 പേരുമാണ് അത് കണ്ടെത്തി പറഞ്ഞത്. പിന്നെ BJPക്കും മിണ്ടാട്ടം മുട്ടി. കാരണം എന്താ വെച്ചാൽ അവർ ഇതുവരെ പറഞ്ഞത് കള്ളമായിരുന്നല്ലോ. മുനമ്പത്തുകാരെ രക്ഷിക്കാൻ വഖഫ് ഭേദഗതിക്ക് ഒരുപാട് ഗുണമുണ്ട് കേട്ടോ. വഖഫ് ഭേദഗതി കൊണ്ട് ഇന്ത്യയിൽ വേറെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഒരുപാട് ഉപകാരമുണ്ട്. തീർച്ചയായിട്ടും ആ ബില്ല് വരേണ്ടതുമാണ്. പക്ഷേ മുനമ്പത്തുകാരെ രക്ഷിക്കാൻ ഈ ബില്ലിൽ എന്തെങ്കിലും ക്ലോസ് ഉണ്ട് എന്ന് അവർ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല, ഉണ്ടായിരുന്നില്ല താനും. ഇനി JPCയിലൊരു ഭേദഗതി വന്നപ്പോൾ അതും കേരളത്തിൽ നിന്ന് പോയതല്ല, ഇവർക്ക് അതിലൊരു പങ്കുമില്ല. അപ്പോഴെങ്കിലും അവർ ചെയ്യേണ്ടിയിരുന്നത് സത്യസന്ധമായി, ഞങ്ങൾക്ക് അത് അബദ്ധം പറ്റിയതാണ്, പക്ഷേ ഭാഗ്യത്തിന് ഇപ്പോൾ ഇങ്ങനെ ക്ലോസ് വന്നിട്ടുണ്ട്, അത് കണ്ടെത്തിയത് സ്റ്റാലിൻ ദേവനും ഫാദർ ജോഷിയുമാണെന്ന് പറയണ്ടേ? അതും പറഞ്ഞില്ല. പറയാൻ പറ്റുമോ? ഇവരാണ് ഇതിൻ്റെ അധികാരികൾ എന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു. ചുരുക്കത്തിൽ ഇപ്പോൾ ചെയ്യേണ്ടത്, ഈ BJP ഈ സമരത്തെ സഹായിച്ചിരുന്നെങ്കിലും ഈ ക്ലോസ് ചൂണ്ടിക്കാണിച്ചിട്ട് ആണ് ഇനി വഖഫ് ബോർഡിൻ്റെ ട്രിബ്യൂണലിൽ പോകേണ്ടത്. അത് ചൂണ്ടിക്കാണിച്ചാൽ എന്നേക്കുമായി വഖഫ് ബോർഡിൻ്റെ കയ്യിൽ നിന്ന് ഈ സ്വത്ത് വീണ്ടും കിട്ടും. വഖഫ് ബോർഡിൻ്റെ ഈ തിരുവായിൽ നിന്ന് ഇത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ കാളകൂടം പോലെയാണ്, അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു, അത്രയേ ഉള്ളൂ. അപ്പോൾ അതാണ് ഇനി നടക്കേണ്ടത്. ആ പണിയിലേക്കുള്ളൊരു സൂചനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇപ്പോൾ മുനമ്പത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തില്ലേ, മുനമ്പത്തെ ഇത്രയും കാലം സമരം ചെയ്ത BJP പിന്തുണയോടുകൂടി സമരം ചെയ്തിരുന്ന ആക്ഷൻ കമ്മിറ്റി കൺവീനർ ഇപ്പോൾ അവിടെ UDFൻ്റെ സ്ഥാനാർത്ഥിയാണ്, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ്, കൈവിട്ടതാണ്. സത്യത്തിൽ BJP അവർക്ക് വേണമെങ്കിൽ ആ സമരത്തെ ഗൗരവമായി പഠിച്ചിട്ട് കേന്ദ്രത്തിൻ്റെ നിയമനിർമ്മാണത്തിൽ കേരള BJP ഒരു പ്രമേയം പാസ്സാക്കിയിട്ട് ഒരു വരി ഡ്രാഫ്റ്റായി കൊണ്ടുവന്നിരുന്നെങ്കിൽ ചിത്രം മാറുമായിരുന്നു. BJP അവസരം കളഞ്ഞു കുളിക്കുക ചെയ്തത്. സത്യത്തിൽ ഇപ്പോൾ പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുനമ്പത്തുകാർ പഴയ സമരസമിതിയൊക്കെ തള്ളിക്കളഞ്ഞു. മുനമ്പത്തുകാർ ഇപ്പോൾ ചെയ്യുന്നത് ഇങ്ങനെയുള്ള 1-2 പേരെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഫാദർ ജോഷിയെ പോലെ സ്റ്റാലിൻ ദേവനെ പോലുള്ളവരെ ഏൽപ്പിച്ചിരിക്കുക കേസ്. അവർ മുഖേന ട്രിബ്യൂണലിൽ കേസ് പോയാൽ പഴയ വക്കീലന്മാർ താപ്പാനുകൾ വെറുതെ ഈ പാവങ്ങളെ കാശ് വാങ്ങി തിന്നല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അവർ മുഖേന പോയാൽ നടക്കുമെന്നൊരു പ്രതീക്ഷയുണ്ട്. മുനമ്പം പ്രശ്നം തീരുമെന്ന പ്രതീക്ഷയുണ്ട്. അതിപ്പോൾ ഏത് വഴിക്ക് വന്നതായാലും, ബോംബെ വഴിക്ക് വന്നതായാലും, ആർക്ക് വേണ്ടി കൊണ്ടുവന്നതായാലും മുനമ്പത്തുകാർ കൂടി രക്ഷയുണ്ട്. അതിൻ്റെ ഒരു സൂചനയാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പടിയായിട്ടാണ് ഇപ്പോൾ നികുതി അടക്കാം എന്ന് വെച്ചാൽ കൈവശാവകാശം. ഇനി ആരും അത് അവർ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോകില്ല. പക്ഷേ ഇനി അതിൻ്റെ ബാക്കി കൂടി പൂർത്തിയാക്കേണ്ടത്. കൈവശാവകാശം മാത്രമല്ല വേണ്ടത്, ഉടമസ്ഥാവകാശം, ക്രയവിക്രയം ചെയ്യാനുള്ള അവകാശം, പണയപ്പെടുത്താനുള്ള അവകാശം, അതൊക്കെയാണ് തിരിച്ചു കിട്ടേണ്ടത്. അതിനുള്ള പണി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കാം.
തീർച്ചയായിട്ടും 614 കുടുംബങ്ങളെ കണ്ടുണ്ട്, 10,000-ഓളം മനുഷ്യരുണ്ട്. അവരുടെ കിടപ്പാടത്തിൻ്റെ പ്രശ്നമാണ് ആ പ്രശ്നം. മലയാളിയുടെ എക്കാലത്തെയും കഴിഞ്ഞ കുറേ വർഷക്കാലത്തെ മലയാളിയുടെ തലവേദനയാണ്. തീരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിൻ്റെ മുന്നോടിയാവട്ടെ ഈ സന്തോഷം, അവർക്ക് നികുതി അടക്കാനുള്ള അവകാശം തിരിച്ചു കിട്ടിയത്. കാണാം നമുക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.